ാനുള്ളവരല്ല MSFന്റെ സഹപ്രവർത്തകർ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ MSF ആവുക എന്ന് പറഞ്ഞാൽ ഒരു ധാർമ്മികമായ സംഘത്തിന്റെ ഭാഗമായി നിങ്ങൾ മാറിയിരിക്കുന്നുവെന്നാണ്. നിങ്ങൾ നല്ല വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്ന പ്രക്രിയ അത് MSF ഏറ്റെടുക്കുകയാണ്. ഒരു നല്ല ഇന്ത്യൻ പൗരനായി, ഒരു നല്ല വിശ്വാസിയായി നിങ്ങൾക്ക് ഈ മണ്ണിൽ ജീവിക്കാൻ കഴിയും വിധം രാഷ്ട്രീയമായി, സാമൂഹികമായി, സാംസ്കാരികമായി നിങ്ങൾ രൂപപ്പെടുത്തുന്ന പ്രക്രിയയാണ്. ആ പ്രക്രിയയുടെ ഭാഗമായി MSF മാറുകയാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പറയാറുണ്ട്, ദേഹവും ദേഹിയും തമ്മിലുള്ള സംഘടനത്തിൽ നിന്ന് രൂപപ്പെട്ടു വരുന്നതാണ് മനുഷ്യൻ. ആ സംഘടനത്തിൽ രൂപപ്പെടുന്ന വ്യക്തിത്വത്തിന്റെ പേരാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ആ മനുഷ്യൻ സമൂഹത്തിന് നന്മയാകാം, സമൂഹത്തിന് തിന്മയാകാം. നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ ഈ പ്രായം എന്ന് പറഞ്ഞാൽ ദേഹവും ദേഹിയും തമ്മിൽ സംഘർഷത്തിൽ ഏർപ്പെടുന്ന ഒരു കാലം, അത് നന്മയുടെ കൂടെ നിൽക്കണമോ തിന്മയുടെ കൂടെ നിൽക്കണമോ എന്ന നിങ്ങളുടെ ചോദ്യത്തിന്റെ കാലം. ആ കാലത്താണ് നിങ്ങളുടെ ഇളം കൈകളിലേക്ക് MSFന്റെ നിവർണ്ണ പതാക ചെന്ന് ഞങ്ങൾ നന്മയോടൊപ്പം ചേരുന്ന സംഘമാണ് എന്ന് അടിമറിയിട്ട് പ്രഖ്യാപിക്കുകയാണ് ഈ കൗമാരക്കൂട്ടം എന്ന് പറയാൻ ഈ അവസരത്തിൽ ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. നോക്കൂ, അങ്ങനെ നിരന്തരമായ സംഘർഷത്തിൽ ലോകത്ത് ഫിർഔൻ ഉണ്ടായിട്ടുണ്ട്, ലോകത്ത് ഹിറ്റ്ലർ ഉണ്ടായിട്ടുണ്ട്, ജീവിച്ചിരിക്കുന്ന കാലത്ത് അമിത്ഷായും നരേന്ദ്രമോദിയും ഒക്കെയുള്ള ഭരണാധികാരികൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ദേഹവും ദേഹിയും തമ്മിലുള്ള സംഘർഷത്തിൽ അത്തരം വ്യക്തിത്വങ്ങൾ സമൂഹത്തിന് മുമ്പിൽ ഉണ്ടായിട്ടുണ്ട്.